എൻ്റെ വീഡിയോയുടെ താഴെ നോക്കിയപ്പോൾ ഒരാളൊരു കമൻ്റ് ഇട്ടിരിക്കുന്നു. എന്താണെന്നറിയോ? ഈ ഉണ്ണാക്കൻ്റെ വീഡിയോ എനിക്ക് കാണണ്ട എന്ന് ഞാൻ പറഞ്ഞതാണ്. അത് പുള്ളി നോട്ട് ഇൻട്രസ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ദേ വന്നിരിക്കുന്നു വീണ്ടും. ഓക്കെ, ആ കമൻറ്റ് കണ്ടപ്പോൾ ഇത്തരം കമൻറ്റുകൾ ഞാൻ എന്താ പറയുക, അതിനേക്കാളും ഡോസ് കൂടിയ ടൈപ്പൊക്കെ ഇഷ്ടംപോലെ ഞാൻ കാണുന്നുണ്ട്. ഇവരൊക്കെ ഞാൻ അധ്യാപകരായിട്ടാണ് കാണുന്നത്. അതായത് ഞാൻ ഘോരഘോരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ക്ലാസ്സിലൊക്കെ വന്നിട്ട് ഞാൻ പലരെയും വെല്ലുവിളിക്കും. അവരോട് ഞാൻ പറയും, നിങ്ങൾക്കൊരിക്കലും എന്നെ പ്രകോപിപ്പിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയും. എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഏറ്റവും പെട്ടെന്ന് പ്രകോപിതനാകുന്ന വ്യക്തിത്വമാണ് എൻ്റെത്. ആദ്യം മുതലേ ഭയങ്കര ദേഷ്യം. ആ ദേഷ്യമുള്ള ഞാൻ എന്നെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. എൻ്റെ ദേഷ്യത്തെ ഞാൻ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. ദേഷ്യത്തിനെ കീഴ്പ്പെടുത്തി എന്താ ഗുണം? ഈ ദേഷ്യം എന്ന് പറഞ്ഞാൽ അറിയാലോ, പല പ്രശ്നങ്ങളുടെയും തലതൊട്ടപ്പനാണ്. ഈ ഒറ്റ കാരണത്താലാണ് നമ്മുടെ ലൈഫിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉദിക്കുന്നത്. അപ്പോൾ അതിനെ ഞാൻ കീഴ്പ്പെടുത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന തലത്തിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞു. എൻ്റെ സമാധാനം സംരക്ഷിക്കുന്ന തലത്തിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞു. എൻ്റെ സ്വപ്നത്തിൽ മാത്രം എത്തുന്ന തലത്തിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞു എന്നൊക്കെയാണ് ഞാൻ ഈ ഘോരഘോരം പ്രസംഗിക്കുന്നത്. ആ പ്രസംഗിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനത് എൻ്റെ ബോധ്യമാണത്. ഞാൻ പലപ്പോഴും പല നെഗറ്റീവ് കമൻറ്റും കാണുമ്പോൾ ഞാൻ ചിരിക്കുക ചെയ്യാം, പാവം എന്ന് ചിന്തിക്കുക ചെയ്യുക. അവനെ ഇയാളുടെ ഈ കമൻറ്റ് കിടപ്പോൾ ഞാൻ ഒരു അല്പം നിമിഷം നിന്നു. എന്ത് ചെയ്യണമെന്ന് ഞാനിങ്ങനെ അറിയാൻ നോക്കി. ഞാൻ ഇയാളെ ബ്ലോക്ക് ചെയ്തു. എന്താ ബ്ലോക്ക് ചെയ്യാൻ കാരണം വെച്ചാൽ ഇയാൾക്ക് ഏതായാലും എൻ്റെ വീഡിയോ കാണണ്ടല്ലോ, ഇനിയിപ്പോൾ അയാളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബ്ലോക്ക് ചെയ്തത്. ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഞാൻ ചിന്തിച്ചെന്തെന്നറിയോ, ഇയാളുടെ ഈ കമൻറ്റ് എന്നെ പ്രകോപിപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ എനിക്ക് മനസ്സിലായി, ശരിയാണ്, ഒരു 10% പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതായത് എൻ്റെ ഉള്ളിൽ എൻ്റെ സ്വപ്നത്തിലേക്ക് അടുക്കാൻ സഹായിക്കുന്ന, എൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന എൻ്റെ ഉള്ളിലെ ക്ഷമ എന്നുള്ള കഴിവിനെ വളർത്തിയെടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ക്ഷമിക്കാനുള്ള മനസ്സ് ഞാൻ നേടിയെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ, അതായത് എൻ്റെ ആരോഗ്യം പരിപൂർണാർത്ഥത്തിൽ എനിക്ക് ലഭിക്കാനുള്ള സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിയെന്ന് ഞാൻ വിചാരിക്കുമ്പോൾ, ഇല്ല, ഇനിയും കുറച്ചുകൂടെ ബാക്കിയുണ്ട്, ഇതും കൂടെ സംരക്ഷിച്ചാലേ നിനക്ക് നിൻ്റെ സ്വപ്നത്തിലേക്ക് പരിപൂർണമായിട്ട് എത്താൻ പറ്റൂ, അല്ലെങ്കിൽ നിൻ്റെ ആരോഗ്യത്തെ പരിപൂർണമായി സംരക്ഷിക്കാൻ പറ്റൂ എന്ന് എനിക്ക് ചൂണ്ടിക്കാണിച്ച് തന്ന ആ മഹൽ വ്യക്തിയെ ഞാൻ എന്തിനു ബ്ലോക്ക് ചെയ്തു? പിന്നെ അങ്ങനെ അൺബ്ലോക്ക് ചെയ്യാമെന്ന് എനിക്ക് അറിയില്ല. ഞാനത് ചെയ്യാൻ വഴിയുണ്ടാവും, പക്ഷേ അത് തപ്പി പിടിച്ചെടുക്കണം. അതല്ല, അതിന് ഞാൻ നിന്നിട്ടില്ല. ഇതിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഓക്കെ, നമ്മളെ പ്രകോപിപ്പിക്കുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടത് അവർ ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. അത് നമ്മൾ സ്വപ്നം വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ സ്വപ്നത്തിലേക്ക് നമ്മൾ പോകാൻ ശ്രമിക്കുമ്പോൾ ആ സ്വപ്നത്തിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന തടസ്സങ്ങൾ, നമ്മുടെ ആരോഗ്യപരമാവും അല്ലെങ്കിൽ നമ്മുടെ ഈ ഇമോഷണലായിട്ടുള്ള വിഷയമാവാം. അതായത് നമ്മൾ അതും പുലർത്തി മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും നമുക്ക് ആ സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ആ സ്വപ്നത്തിലേക്ക് എത്തണമെങ്കിൽ ഈ പ്രശ്നം നീ പരിഹരിച്ചിരിക്കണം. അത് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ അത് എന്താണ് പ്രശ്നം നമ്മൾ ആദ്യം അറിയണ്ടേ. ആ പ്രശ്നം എന്തെന്ന് നമ്മളെ സൂചിപ്പിച്ച് തരുന്ന ഇത്തരം മഹൽ വ്യക്തിത്വങ്ങൾ. ഒരു പാവം നമ്മൾ എവിടെയോ കിടക്കുന്ന, ചിലപ്പോൾ വെള്ളമടിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രാന്തനാവും, നമുക്കറിയില്ലല്ലോ. എന്തോ ഒരു അവസ്ഥയിൽ നിന്നിട്ട് എവിടെയോ കിടക്കുന്ന ഒരു രാജകുമാരൻ, അദ്ദേഹം നമ്മളെ ഇങ്ങനെ സഹായിക്കുമ്പോൾ നന്ദി പറയല്ലേ വേണ്ടത്? ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഐ ആം വെരി താങ്ക്ഫുൾ ടു ഹിം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിന്നെ വളർത്തിയിട്ടുള്ളത് മൊത്തം ഇത്തരം ആൾക്കാരാണ്. അതായത് എൻ്റെ അപാകതകൾ, എൻ്റെ ഉള്ളിലെ ന്യൂനതകൾ, ദൗർബല്യങ്ങൾ. ഞാൻ സ്വതന്ത്രനാണ് എന്നല്ല എൻ്റെ ധാരണ. അത് എന്നെ മറ്റൊരാൾക്ക് പ്രകോപിപ്പിക്കാൻ പറ്റില്ല എന്നല്ല എൻ്റെ ധാരണ. എൻ്റെ കൺട്രോൾ, എൻ്റെ ബട്ടൺ, അതായത് എൻ്റെ ദേശത്തിൻ്റെ ബട്ടൺ എൻ്റെ കയ്യിലാണെന്നല്ല എൻ്റെ ധാരണ. അല്ല, എൻ്റെ ദേശത്തിൻ്റെ ബട്ടൺ മറ്റൊരാളുടെ കയ്യിലാണ് എന്ന് എൻ്റെ ദൗർബല്യത്തെ എനിക്ക് ചൂണ്ടിക്കാണിച്ച് തന്ന അദ്ദേഹത്തിനോട് ഞാൻ നന്ദിയല്ലേ പറയേണ്ടത്? അത് ദൈവത്തിൻ്റെ ദൂതനെ നമ്മൾ പഴിക്കാൻ പാടുണ്ടോ? ഇങ്ങനത്തെ എത്ര ദൂതന്മാരുണ്ട് നിങ്ങളെ സഹായിക്കാൻ? ആ ദൂതന്മാരുടെ വില നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇനിയെങ്കിലും അത്തരം ദൂതന്മാർ വരുമ്പോൾ അവരാ തന്ന മെസ്സേജ് ഉണ്ടല്ലോ, അവർ തന്ന പാഠമുണ്ടല്ലോ, അവരിലൂടെ ദൈവം നമുക്ക് പകർന്ന ആ ഒരു അവബോധമുണ്ടല്ലോ, അതിന് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ നമ്മൾ നമ്മുടെ സ്വപ്നത്തിലെത്തും. അതല്ല, ഇത്തരം ദൂതന്മാരെ നമ്മൾ പഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അതിനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ദൗർബല്യങ്ങൾ, അതായത് നിങ്ങളുടെ ഈ നിയന്ത്രണം എന്നല്ല, സ്വന്തം ആത്മനിയന്ത്രണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റൂ. അപ്പോൾ നിങ്ങളുടെ ആത്മനിയന്ത്രണം പരിപൂർണമായും നിങ്ങളിലില്ലെങ്കിൽ, അത് ഇല്ല എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ മറ്റുള്ളവരുടെ സഹായം കിട്ടിയേ പറ്റൂ.
ഇത്തരം നെഗറ്റീവ് പീപ്പിൾ എന്ന് പറയുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ പോസിറ്റീവ് പീപ്പിൾ. നമ്മളെ സംബന്ധിച്ചോളം ജീവിതത്തിൽ നമ്മളെ വളർത്തുന്നവർ. അല്ലാണ്ട് ചുമ്മാ നമ്മൾ എന്ത് പൊട്ടത്തരട്ടാലും കൈയടിക്കുന്നവരുണ്ട്. നല്ലത് ചെയ്താലും കൈയടിക്കും, ചിലപ്പോൾ പൊട്ടത്തരട്ടാലും കൈയടിക്കുന്നുണ്ട്. അവർ നമ്മളെ പറഞ്ഞില്ലേ നമ്മുടെ കഴിവില്ലാണ്ടൊക്കെ ചെയ്യുക. അതേമാതിരി ഒരു പ്രതികരണമില്ലാത്ത ആൾക്കാരുണ്ട്. അവർ നമുക്ക് ഒരു ഫീഡ്ബാക്കും തന്നില്ല. നമ്മളെ വളർത്തുന്നവർ, നമ്മുടെ ഉള്ളിലെ ന്യൂനതകൾ, നമ്മുടെ ദൗർബല്യങ്ങൾ, നമ്മളുടെ അനിയന്ത്രിതാവസ്ഥ, നമ്മൾ ഇപ്പോഴും നമ്മുടെ നിയന്ത്രണം നമ്മുടെ ഉള്ളിലില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഇത്തരം ആളുകൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ അവരെ നമ്മളെന്ത് ചെയ്യണം? നന്ദിയോടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഐ എം ഇൻ കൺട്രോൾ. താങ്ക് യു. ബേസിക്കലി പറയുകയാണെങ്കിൽ ഗാന്ധിജിൻ്റെ മുഖത്ത് ഒരാൾ അടിച്ചപ്പോൾ ഗാന്ധിജി മറ്റേ മുഖം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ പോലെ. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ നാട്ടുകാരെ തല്ലുകൊള്ളതല്ലേ എൻ്റെ പണി, അല്ലെങ്കിൽ ആരും തന്നെ തന്തൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അതിന് ഞാൻ മുന്നോട്ട് മറുപടി കൊടുക്കുക, എൻ്റെ പിന്നെ പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആണാണോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക. അവിടെ മുഖ്യമന്ത്രിയെ തന്തയ്ക്ക് വിളിക്കുമ്പോൾ മുഖ്യമന്ത്രി മറുപടി കൊടുക്കുന്നുണ്ടോ? യൂസുഫ് അലിനെ തന്തയ്ക്ക് വിളിക്കുമ്പോൾ യൂസുഫ് അലി മറുപടി കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ വളർന്നു ഉയർന്നു എന്ന് വിചാരിക്കുന്നപ്പോൾ മമ്മൂട്ടിയോ ആരായിക്കോട്ടെ നിങ്ങളുടെ തലത്തിലുള്ള ആൾ മറുപടി കൊടുക്കുന്നുണ്ടോ? നോക്ക്. മറുപടി കൊടുക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ മറുപടി കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് നിങ്ങൾ ആ തലത്തിലേക്ക് എത്തുന്നില്ല എന്ന്. നിങ്ങളും ആ തലത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കഴിവ് വളർത്തിയെടുക്കുക. പറയാൻ മനസ്സിലായോ? നമ്മൾ പ്രകോപിപ്പാൻ ജൈവദൂതന്മാർ പല രൂപത്തിലും വരും. അവരെയൊക്കെ നമ്മൾ ആ ഒരു തലത്തിൽ വ്യക്തിഗത രീതിയിൽ അധിക്ഷേപിക്കാൻ നിന്നാൽ നമ്മുടെ ജീവിതത്തോടെ ആ ഒരു കാര്യത്തിന് മാത്രം ഉപയോഗിച്ച് അസുഖം വന്ന് നമ്മൾ ഈ ലോകത്ത് ഇവിടെ പറയരുത്. അതല്ല, അവർ നൽകുന്ന പാഠങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, സഹനശേഷികൾ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പരിപൂർണ്ണ ശ്രദ്ധ കൊടുത്തുകൊണ്ട്, നമ്മുടെ ഊർജ്ജം മുഴുവൻ അങ്ങോട്ട് ഒഴുക്കിക്കൊണ്ട്, ഇത്തരം ആളുകൾക്ക് ചെറിയ ചെറിയ പ്രതികാരം നടത്തി അതിന് തൃപ്തി അടഞ്ഞ് നമ്മുടെ ജീവിതം വഴിമുടക്കി മുന്നോട്ട് പോകുന്ന മാനസികാവസ്ഥയിൽ കരകയറാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് മാത്രമേ സ്വപ്നങ്ങൾ നേടാൻ കഴിയൂ എന്ന് മനസ്സിലാക്കുക. ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പ്രകോപനത്തിൻ്റെ കാരണം അവരല്ല, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ദൗർബല്യമാണെന്ന് മനസ്സിലാക്കുകയും ആ ദൗർബല്യത്തെ മാറ്റിയെടുക്കലാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യമെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ എനിക്ക് എൻ്റെ ജീവിതം കിട്ടൂ എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ആളുകൾ അവർ ലക്ഷ്യത്തിലെത്തും. സോ അത്തരം അപാരമായ ക്ഷമ, ഇതൊന്നും മാനസികമായ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നേടിയിട്ടില്ല എന്നും പറയാൻ പറ്റില്ല. പലരും ഇത് നേടിയിട്ടുണ്ട്. ആ തലത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റട്ടെ. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നടപ്പിൽ വരുത്താൻ.